ഷാജി, കണ്ടക്ടറും ഡ്രൈവറും മുക്കിൽ വന്നിട്ടുണ്ട്. പാവത്തിനെ പോലെ ഇരുന്നോണ്ട് ഒരുത്തരെ കൊന്ന് വെള്ളത്തിലെറിഞ്ഞിട്ടും നിന്റെ രക്തദാഹം തീർന്നില്ലടാ. വീണ്ടും എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? എന്താടാ നോക്കുന്നേ? പരദേശി നായെ, ഈ നാട്ടിൽ നിന്നെ അടിച്ചു കൊല്ലാൻ ആരും ഇല്ലെന്നുള്ള ധൈര്യമാ? അടിച്ചു കൊല്ലണം. അന്ന് നീ എന്നെ അടിച്ചപ്പോ എന്റെ ശരീരത്തിലെ രക്തം ചത്തുപോയിട്ട് ഞാൻ അടിവാങ്ങിയതല്ല. അപ്പൊ എന്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പോ അതില്ല. ആരെങ്കിലും എതിരെ വന്നാൽ നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ അണ്ണൻ സാറിന്റെ മോനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എന്താ നടന്നെന്ന് അവൻ പറയും. നടന്നു മുഴുവൻ പറയടാ. ഇപ്പൊ നീ പറയ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. വീണ്ടും നാടകം കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? നാടക്കില്ല നിന്റെ അഭ്യാസം. അണ്ണൻ സാറിന്റെ മകനെ കൊന്നത് ഇവനാ. അന്ന് ആക്സിഡന്റ് ആയി കിടന്നവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇവന്റെ വണ്ടിയിലാ കയറ്റിവിട്ടത്. ഇവൻ നിന്ന് വിരിച്ച വലയിൽ ഞങ്ങൾ അറിയാതെ പെട്ടുപോയതാ. സത്യം തുറന്നു പറയടാ, നാട്ടുകാരെല്ലാം അറിയട്ടെ. നാട്ടുകാരെല്ലാം കേക്കട്ടെ. പറയേ, ഇവരെല്ലാം കേക്കട്ടാ. ആരാ ചെയ്തത്? പറയേ, പറയടാ. എടാ പറയാൻ പറയടാ. സ്കൂളിൽ നിന്ന് വന്നോ? റൈറ്റ് ആണോ? റൈറ്റ്. റൈറ്റ് ആണോ? റൈറ്റ്. റൈറ്റ് ആണോ? റൈറ്റ്. റൈറ്റ് ആണോ? റൈറ്റ്. റൈറ്റ് ആണോ? റൈറ്റ്.
റൈറ്റ് ആണോ റൈറ്റ് റൈറ്റ് ആണോ റൈറ്റ് റൈറ്റ് ആണോ റൈറ്റ് റൈറ്റ് ആണോ റൈറ്റ് ഏയ് ബസ്സിന് സമയമായി, വേഗം റെഡിയാവും. ചെന്ന ഉടനെ എഴുതണേ. പോയിട്ട് വരാം. ബൈ. എന്താണത്? ഓക്കെ നിർമ്മല, പോയിട്ട് വരാം. ബൈ. ബൈ. എന്താണ് ധൃതി പിടിക്കുന്നത്? പോവാം. ഞാനാണ് തിരക്ക് പിടിക്കുന്നത്, ബസ് പോവില്ലേ? ശരി ശരി, പോവാം. ശരിടാ, പോയിട്ട് വരട്ടെ. ഷാജി, നീ അറിഞ്ഞോ ഉത്സവത്തിന് ശിവ വരുന്നെന്ന്? വരുവടാ. അവന്റെ കൂട്ടുകാരൻ വരുമെന്ന് പറഞ്ഞപ്പോ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? ഷാജി കഴിഞ്ഞോടാ? കഴിഞ്ഞോ? പഴയ വയറിംഗ് അല്ലേ, എവിടോ ഷോർട്ടായി, അതാ ശരിയാക്കിയത്. ഓക്കെ ഓക്കെ. ജീപ്പ് വാങ്ങിയതിന്റെ നോക്കി പോടാ. ഒന്ന് പോടാ, അവന്റെ മോന്ത കണ്ടില്ലേ? പക്ഷേ ഞാൻ വരട്ടെ, കാണാം. വാ ഷാജി, ഞാൻ വിടാൻ കൊണ്ട്. അതൊന്നും വേണ്ട, ഞാൻ പോക്കോളാം, നിങ്ങൾ പോ. എന്നാ ശരി. എന്താ കണ്ടക്ടർ ഞാൻ വിടാം, നീ പോയി ആദ്യം ഫോൺ എടുക്ക. ഞാൻ കൊണ്ടിട്ടോളാം. വീടിനടുത്തേക്ക് ഞാൻ പോകുന്നേ. കണ്ടക്ടർ വാ, കേറ്, നീ ചെല്ല്. ശരി ഷാജി, താങ്ക്സ്. സൈക്കിളിന്റെ ഫ്രണ്ട് ഇരുന്നിട്ട് പറയാൻ കൊള്ളാത്തടത്തൊക്കെ വേദന എടുക്കുന്നു. ഇവനൊന്നും വേറെ പണിയില്ല, കിടന്ന് ചിലക്കാതെ. ഹലോ എടാ, ഞാൻ ശിവയെ വിളിക്കുന്നത്. എത്ര നേരം നിന്നെ വിളിക്കുന്നു? നീയായിരുന്നോ? ഞാൻ ഓർത്തത് എഞ്ചിനീയർ ആണെന്നാ. ശരി ശരി. എടാ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെടും. വീട്ടിൽ ഞാൻ ഉത്സവത്തിന്റെ അന്ന് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു ദിവസം മുമ്പേ എത്തും. നീ ആരോടും പറയരുത്, എല്ലാവർക്കും ഒരു ഷോക്ക് ആവട്ടെ. എന്താന്ന്? ഷോക്കോ? എടാ, സന്തോഷാവട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ഓ, മനസ്സിലായി മനസ്സിലായി. ഷാജി, നീ വണ്ടി എടുത്തോണ്ട് ടൗണിൽ വന്നേക്കണേ. വരാം. സമീരോടെ കാണുന്നില്ലല്ലോ. ശിവ. എടാ ഷാജി, നീങ്ങിരിക്കും. അവിടെ നടത്തണേ. എന്താടാ ഇവിടെ? പറയാം, നീ വാ. ബീറടിക്കുന്നുണ്ടോ നീ? എനിക്ക് വേണ്ടടാ, വീട്ടിൽ പോകാനുള്ള അല്ലേ. ചുമ്മാ അടിക്കടാ. എന്നാ. അയ്യോ, എനിക്ക് വേണ്ടെന്നല്ലടാ പറഞ്ഞത്. വേണ്ടെങ്കിൽ വേണ്ട. എടാ, ഒന്ന് വേഗം തീർക്ക്, സമയം പോയി. നിക്കടാ, എത്ര നാൾ കൂടി നിന്നെ കാണുന്നേ? വീട്ടിൽ ചെന്ന് നിന്നോട്ട് പുറത്തോട്ട് കിട്ടുകയില്ല. എടാ, കുറച്ചാൾ നീ നാട്ടിൽ നിന്ന് മാറി നോക്ക്, അപ്പൊ അറിയാം അതിൻ്റെയൊക്കെ വിഷമം. ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോവില്ലടാ, കൂടെ നിർമ്മലയും കൊണ്ടുപോകാൻ പോവാം. അവിടെ ഒരു വീട് നോക്കിയിട്ടുണ്ട്. സൗകര്യമൊക്കെ അല്പം കുറവാണ്, എന്നാലും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കഴിയാം. ചെറുപ്പം മുതലേ ഉള്ള എന്റെ സ്വപ്നം നിറവേറാൻ പോവാടാ. ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ അവൾ എന്റെ സ്വന്തമാവെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ ഭാഗ്യവാനല്ലേ ഷാജി? അവളെ നീ കൊണ്ടുപോയാ പിന്നെ എനിക്കാരുണ്ടാ? പെട്രോളിനെ ചത്തുപോയ എന്റെ അമ്മ, എന്നെ കളഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തതിന്റെ അച്ഛൻ,
എനിക്കിപ്പോ വേറെ ആരുണ്ടടാ? എന്റെ തീർപ്പിലല്ലാതെ അവളെ കൊണ്ടുപോകാൻ പോവാണോ? വിട്ടു തരില്ല ഞാൻ, വിട്ടു തരില്ല ഞാൻ. ഷാജി, വണ്ടി എടുക്ക. അവനെ പെണ്ണു നോക്കാം. പുറകെ ബസ് വരുന്നുണ്ട്. നീ ലൈറ്റ് ഓഫ് ചെയ്യ്. വണ്ടി വിടെ. ആനന്ദം അമ്മമ്മ. എന്താടാ? അവനെ ആ വണ്ടിക്കാരെ രക്ഷപ്പെടുത്താൻ പാടില്ല. എങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടുവരണം? ചെല്ല്. എന്ത് പറ്റി സാർ? വണ്ടി തട്ടി ഏതോ വണ്ടി തട്ടിട്ട് പോയതാ. നിന്ന് പിടിക്കേ. നോക്കി ഞാൻ മതിൽ ഓർക്കാം. നോക്ക്. ഞാൻ എന്തു ആർക്കും വിട്ടുകൊടുക്കും. പക്ഷേ എന്തു പ്രശ്നം ഉണ്ടായാലും നിർമ്മല വിട്ടുവരില്ലടാ. വിട്ടു തരില്ലടാ. നിർമ്മല, വണ്ടി നിർത്തടാ. നിർത്താൻ. നിർമ്മല, എന്താണ് ഇത്? നിർമ്മല, നിർമ്മല, അയ്യോ വല്ലതും പറ്റി നിർമ്മലേ? വാ നിർമ്മലേ, പോകാം. വാ നിർമ്മല. വരാനല്ലേ പറഞ്ഞത്? വരാനല്ലേ പറഞ്ഞത്? വാ നിർമ്മല, നമുക്ക് പോകാം നിർമ്മലേ. വാ വാ നിർമ്മലേ, വാ നിർമ്മലേ, നമുക്ക് എവിടേക്കെങ്കിലും പോവാം. കേറ് കേറ് നിർമ്മല, ഞാൻ പറയുന്ന കേക്ക്. വാ നിർമ്മല, കേറ്, ജീപ്പിനകത്തേക്ക് കേറ്. അകത്ത് കയറിയിരിക്കേ. അടുത്തേക്ക് വരരുത്. വരരുത്, വന്ന കൊന്നുകളയും. വരരുത്, വരരുത്. ഏവരെങ്കിലും വന്ന അവരെ ഞാൻ കൊന്നുകളയും. ഒരാടി മുമ്പോട്ട് വെച്ചാൽ ഞാൻ കൊന്നുകളയും. അടുത്തേക്ക് വരരുത്. മര്യാദക്ക് കത്തി താഴെയിട്. ഇടില്ല ഞാൻ. വന്നാൽ ഇവിടെ കൊന്നുകളയും ഞാൻ. നിന്നെ എന്റെ മകനായിട്ടാ കരുതിയെ. നീ എന്താ ചെയ്യുന്നത്? നിർത്തണോ? എന്റെ മോനെ പോലെ നിങ്ങൾ നാഴേക്ക് 40 വട്ടം പറയുമല്ലോ. ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ മോനായിട്ട് കരുതിയിട്ടുണ്ടോ? ഷാജി,
നീയാണ് ശിവയെ കൊന്നെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതേടാ, ഞാൻ തന്നെ അവനെ കൊന്നേ. ഞാൻ തന്നെ. സ്നേഹം എന്ന് പറയുന്ന മനസ്സിൽ തോന്നുന്ന വികാരോടാ. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കാടനെ പോലെ പെരുമാറുന്നുണ്ടല്ലോ. സ്നേഹത്തെ പറ്റി നീ എന്നോട് പറയുന്നു? 8 വയസ്സ് മുതൽ ഇവള് മാത്രമാണ് എന്റെ മനസ്സിൽ. ഇവളെന്റെ ജീവനാ. ജീവൻ പോയാൽ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോടാ? അതെ, പ്രേമിച്ച പെണ്ണിനെ നഷ്ടപ്പെടാൻ ആർക്കായാലും ഭ്രാന്ത് പിടിക്കുന്ന അറിയില്ല നിങ്ങൾക്ക്. ഷാജി വേണ്ട. വേണ്ട കണ്ടക്ടർ, അടുത്തേക്ക് വരരുത്. കൊന്നുകളയും ഞാൻ. കൊല്ലടാ, കൊല്ല്. നിന്റെ നിർമ്മലെ നിന്റെ കൈ കൊണ്ട് തന്നെ കൊല്ല്. എന്താ കൊല്ലുന്നില്ലേ? ഏയ്, അവൾ ഞങ്ങളുടെ അമ്മാവന്റെ മോളൊന്നുമല്ല. ഞങ്ങൾക്ക് നിന്നെയാ വേണ്ടത്. നിന്നെ ഇവിടുന്ന് പിടിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. നീ അവളെ വിട്ടാലും ശരി കൊന്നാലും ശരി. എന്തിനാടാ കത്തിയും കയ്യിൽ വെച്ചോണ്ട് വീം വിളക്കുന്നേ? അറക്കടാ, ധൈര്യം ഉണ്ടെന്ന് അറക്ക്. ഇവളെ സ്വന്തമാക്കാനല്ലേ നിന്റെ ഒറ്റ ചങ്ങാതിയെ നീ കൊന്നത്. ഇപ്പൊ ഇവളെയും കൊല്ല്. കൊന്നേക്ക് ഷാജി, എന്നെയും കൊന്നേക്ക്.